പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് ചക്കുംകടവിൽ ഒരു തീപിടുത്തം. ഗ്ലാസ് കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നുണ്ട്. സുനോജ് തോമസ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. സനോജ്, ഇപ്പോൾ തീ അണച്ചു അല്ലേ? തീ നിയന്ത്രണ വിധേയമാക്കിയോ? അരുകുമാർ, തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ കടമുറിക്കുള്ളിൽ ചെറിയ തോതിൽ തീ കാണുന്നുണ്ട്. വലിയ രീതിയിൽ പുക പുറത്തേക്ക് വരുന്നുണ്ട്. രാത്രി 8:30 മണിയോടുകൂടിയാണ് ചക്കുംകടവ് പന്നിയങ്കര മേൽപ്പാലത്തിന് താഴെയുള്ള കടമുറികളിൽ നിന്ന് തീ ഉയരുന്നത്. 4 കടമുറികൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് പറയാം. ഒരു ടൈലറിംഗ് ഷോപ്പ്, ഇരുചക്ര വാഹന വർക്ക്ഷോപ്പ്, ഒപ്പം തന്നെ ഗ്ലാസിൻ്റെ ഫ്ലൈവുഡിൻ്റെയും ഓരോ ഷോപ്പുകൾ എന്നിങ്ങനെ 4 ഷോപ്പുകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ഓടിട്ട പഴയ കെട്ടിടമാണ്, ഷീറ്റിട്ട് മേഞ്ഞ പഴയ കെട്ടിടമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ മറ്റ് കടമുറികളുണ്ട്, വീടുകളുണ്ട്. നിരവധി വീടുകളുള്ള ജനവാസ മേഖല കൂടിയാണ്. തുടക്കത്തിൽ വന്ന ദൃശ്യങ്ങൾ കണ്ടാലറിയാം, വലിയ തീപിടുത്തമാണ്. തീ ആളിക്കത്തുന്ന രീതിയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ്, മീഞ്ചന്തയിൽ നിന്നും ബീച്ചിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് പന്നിയങ്കര മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ചീറ്റിയാണ് തീ നിയന്ത്രിച്ചത്. പാലത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് തന്നെ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സിന് വെള്ളം ചീറ്റി തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോഴും ഒരു കടമുറിക്കുള്ളിൽ നിന്ന് തീ ഉയരുന്നത് കാണാം. വലിയ രീതിയിൽ ഫ്ലൈവുഡും ഒപ്പം തന്നെ പഴയ സാധനങ്ങളൊക്കെ തന്നെയുള്ള കടകളാണ്. പഴയ കെട്ടിടമാണ്, ഓടിട്ട കെട്ടിടമാണ്, മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ ആളിക്കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങളൊക്കെ തന്നെ നാട്ടുകാർ സഹകരണത്തോടുകൂടിയും തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. വലിയ രീതിയിൽ പുക പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു കടമുറിക്കുള്ളിൽ ഇപ്പോഴും തീ അകത്ത് കാണാം. ആ കടമുറിയിലെ തകർഷീറ്റുകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റി അകത്തോട്ട് പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ചീറ്റാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘമുള്ളത്. 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ പന്നിയങ്കര മേൽപ്പാലത്തിന് താഴെയുള്ള കടമുറികൾക്കാണ്, പഴയ കെട്ടിടമാണ്, ആ കടമുറികൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. തീപിടുത്ത കാരണം വ്യക്തമല്ല. ഈ കടമുറികൾക്ക് ചുറ്റും വീടുകളുണ്ട്, നിരവധി കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് 4 വശത്തു നിന്നും വെള്ളം ചീറ്റിക്കൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത് തന്നെ. 3 കടമുറികളിലെ തീ ഏകദേശം പൂർണ്ണമായി അണച്ചെന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ഒരു കടമുറിക്കുള്ളിൽ ചെറിയ തോതിൽ തീ അകത്തുനിന്ന് കാണുന്നു. വലിയ രീതിയിൽ പുക പുറത്തേക്ക് വരുന്നുണ്ട്. വലിയ രീതിയിൽ നാട്ടുകാരുടെ സഹകരണം കൂടി ഇതിന് ലഭിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങളും ഫയർഫോഴ്സിന് സഹായമായി എത്തിയിട്ടുണ്ട്. ഏതായാലും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. അരുകുമാർ, കോഴിക്കോട് ചക്കുംകടവിലെ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളും വാർത്തയുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഒരു ഗ്ലാസ് കടയ്ക്കാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. സുനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.